കേട്ട കൂട്ടന്മാരെ, ഇന്ന് ഓഫീസിൽ ഒരു ഫോൺ കോള് വന്നിരുന്നു. ഒരു വെൽവിഷറിന്റെ. ഏതോ ഒരു പെണ്ണ, ഒരു ഭ്രാന്തി. കുട്ടാ, ഏട്ടത്തേക്ക് വെള്ളം കൂടെ. ചോറ് മണ്ടേ കയറിയ നാട്ടിൻപുറത്തൊരു ഫസ്റ്റ് എയ്ഡാ, ഉച്ചക്കടിക്കുക. ഓക്കെ ആയല്ലോ. അപ്പൊ വെൽവിഷർ ഒരുതരം ആണും പെണ്ണും കേട്ടോ സെക്കൻഡ് ടൈപ്പ് ശബ്ദം. ഉളംപാറ കേസാ. ഒരുപാട് ഇംഗ്ലീഷൊക്കെ പഠിച്ച് തലയെറിഞ്ഞായിരിക്കും. അതെങ്കിതു അവള് പറഞ്ഞു നീ ഒന്ന് കേൾക്കണമായിരുന്നു. ചെവിക്കല്ലിലിട്ട് പൊട്ടിക്കാൻ തോന്നും. ബ്ലഡി. ദേ വീണ്ടും ചുമക്കണോ? ഉച്ചക്കടിക്കണോ? വേണ്ട. ഓ അപ്പൊ അവള് പറഞ്ഞു കേക്കണ്ടേ? ഞാൻ നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് ഗീതുവിനെയും കൂട്ടി DGPയുടെ വീട്ടിൽ പോയി താമസിക്കണ അത്രേ. അല്ല, ഗീതു എന്നെ പറ, ഈ ജന്മ ഈ കുട്ടികളെ പിരിഞ്ഞൊരു നിമിഷം ജീവിക്കാൻ വേണ്ട, അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പോലും നിനക്ക് കഴിയോ? മനസ്സിലായില്ലേ? അവളാടി ശബ്ദം മാറ്റി വിളിച്ചത്. ഏട്ടാ, ഞങ്ങളൊരു കാര്യം പറയട്ടെ. ഏട്ടൻ ഏട്ടത്തിയോടൊപ്പം അവരുടെ വീട്ടിൽ പോയി താമസിച്ചോ? ഞങ്ങളെ നോക്കാൻ അച്ഛനുണ്ടല്ലോ. ഏട്ടത്തിയുടെ മനസ്സിൽ ഏട്ടൻ മാത്രമേ ഉള്ളൂ. ഞങ്ങളെയൊക്കെ കാണുന്നത് തന്നെ ഏട്ടത്തിക്ക് കലിയാണ്. അതുകൊണ്ട് ഏട്ടൻ പൊയ്ക്കോ. ഏട്ടൻ പോവാം. രണ്ട് മിടുക്കം പയ്യന്മാരെ കണ്ടുപിടിച്ച് എന്റെ ഈ പാവം കുട്ടിയെയും ഈ വായാടി കുട്ടിയും അവരുടെ ഏൽപ്പിച്ചിട്ട് ഏട്ടൻ പോവാം. അതുവരെ നമ്മളെ പിരിക്കാൻ ഈശ്വരന് പോലും ആവില്ല. ഒന്നും വിഷമിക്കണ്ട. മക്കള് പോയി ആഹാരം കഴിച്ച് കിടന്നു തുടങ്ങിക്കോ. നല്ലോണം വേർക്കുന്നല്ലോ. ഇപ്പോഴൊക്കെയാണ് ഒരു AC-യുടെ ആവശ്യം. അധികം സ്മാർട്ട് ആവണ്ട. നിങ്ങൾ കമ്മീഷണർ ആണെങ്കിൽ ഞാൻ DGPയുടെ മോളാ. ശബ്ദം മാറ്റി പറഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യുന്ന അറിഞ്ഞോണ്ട് തന്നെ വിളിച്ചത്. മാറി താമസിച്ചാൽ എന്താ? നാളെ തന്നെ നമ്മൾ എന്റെ വീട്ടിലേക്ക് മാറുന്നു. നമ്മൾ മാറുന്നില്ല, നിനക്ക് വേണമെങ്കിൽ മാറാം. അങ്കിളിനും പെങ്ങന്മാർക്കും മാസം മാസം ചെലവിനുള്ള പണം കൊടുത്താ പോരെ? സഞ്ജീവിന് കിട്ടുന്ന മുഴുവൻ ശമ്പളവും കൊടുത്തോ? എനിക്ക് ഒരു വിരോധവും. എന്താ അത് പോരെ? പോരാ. ഡാഡിയുടെയും മമ്മിയുടെയും സ്നേഹം ഒരുപോലെ അനുഭവിച്ച് വളർന്ന നിനക്ക് പെറ്റമ്മയില്ലാതെ വളരുന്ന പെൺകുട്ടികളുടെ ദുഃഖം ഈ ജന്മം മനസ്സിലാവില്ല. ഇതാ ഞാൻ പറഞ്ഞത്. എനിക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവും. പെങ്ങന്മാർക്ക് എന്തുമാത്രം പെറ്റ് നെയിംസാ. കുട്ടന്മാരെ, മോളെ. എന്നെ ഒരിക്കലെങ്കിലും മോളെ എന്ന് വിളിച്ചിട്ടുണ്ടോ? അയ്യോ, നിന്നെ പലപ്പോഴും മോളെ എന്ന് വിളിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ മോളേക്ക് മുമ്പ് വേറെ ചിലത് കൂടി ചേർക്കേണ്ടി വരും. അതെന്താ? അത് പുന്നാര മോളേ, കരളിന്റെ മോളേന്നൊക്കെ. എടി, വീട്ടില് സ്ഥാനം വേണമെങ്കിൽ ആദ്യം ഒരു നല്ല പെണ്ണാവണം, പിന്നെ നല്ല ഭാര്യയാവണം. ഒരുപാട് ഭാരം ചുമക്കേണ്ടവളാണ് ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. നീ ഇത് കേട്ടിട്ടുണ്ടോ? മലയാളം പാട്ടും കവിതയൊന്നും എനിക്കറിയില്ല. ഞാൻ മലയാളം പഠിച്ചിട്ടില്ല, ഇനി പഠിക്കുകയും വേണ്ട. അതാണ് അടിസ്ഥാനപരമായ കുഴപ്പം. നീ വന്നിട്ട് ഇത്രയും ദിവസമായില്ലേ, ഇതുവരെ എനിക്കൊരു ചായ ഉണ്ടാക്കി തന്നിട്ടുണ്ടോ? ഒരു ചമ്മന്തി അരയ്ക്കാൻ നിനക്കറിയോ? പോട്ടെ, ഏറ്റവും കുറഞ്ഞൊന്ന് സ്നേഹിക്കാൻ അറിയോ? കല്യാണത്തിന് മുമ്പ് എനിക്കൊരു സങ്കല്പം ഉണ്ടായിരുന്നു. എന്റെ ഭാര്യ എന്റെ സഹോദരിമാർക്ക് ഏട്ടത്തെയാവണം, അമ്മയാവണം, കൂട്ടുകാരിയാവണം എന്നൊക്കെ. എല്ലാം ആയില്ലെങ്കിലും ഇതിലേതെങ്കിലും ഒന്നായിക്കോട്ടെ നിനക്ക്. സാറെന്താ മുറ്റത്തിങ്ങനെ മഞ്ഞും കൊണ്ട്? ഒന്നുമില്ല, വെറുതെ ഓരോന്നിങ്ങനെ ആലോചിച്ച്. സാറിന്റെ ഇടതു ഭാഗം അല്പ കുഴപ്പമാണല്ലേ? ഒരു കുഴപ്പമില്ല. അതല്ല, ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ചില പൊട്ടലുകളും ചീറ്റലുകളും ഒക്കെ കേൾക്കാറുണ്ടെന്ന് എന്റെ ഭാര്യമാര് പറഞ്ഞാണ്. പൊട്ടലും ചീറ്റലും അതിവിടെ കടുവറുത്തപ്പോ കേട്ടായിരിക്കും. കടുവറുക്കുമ്പോ അങ്ങനെ ഇംഗ്ലീഷ് പൊട്ടലൊന്നും കേൾക്കാറില്ലല്ലോ. ഇടയ്ക്ക് അല്പസ്വല്പം കശവിശയൊക്കെ ഇല്ലെങ്കിൽ പിന്നെ ദാമ്പത്യ ബന്ധത്തിന് എന്ത് സുഖമാണോ? അപ്പൊ അല്പസ്വല്പമൊക്കെ ഉണ്ട്. അതൊക്കെ സാർ എന്നെ കണ്ടു പഠിക്കണം. സാറ് കേട്ട് കാണുമല്ലോ, 2 മലകൾ തമ്മിൽ ചേരും, പക്ഷെ 4 തമ്മിൽ ചേരില്ല. അതെന്റെ കാര്യത്തിൽ തെറ്റാ. എനിക്ക് 2 ഭാര്യമാരല്ലേ. ഒരപശബ്ദം ഇന്ന് വരെ അവിടുന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? ഞാൻ വരയ്ക്കുന്ന വരയ്ക്കപ്പുറം അവളുമാർ ഒരു ചുവട് മുമ്പോട്ട് വെക്കില്ല. പക്ഷെ എവിടെ വരയ്ക്കണമെന്നുള്ളത് അവളുമാര് തീരുമാനിക്കും അല്ലേ? കഷ്ടപ്പെട്ട് പലിശക്ക് പണം കടമേടിച്ച അവനെ ഞാൻ IPS-കാരനാക്കിയത്. എന്നിട്ടും എന്റെ തന്തയ്ക്ക് വിളിച്ച സർക്കിളില് അവൻ തന്തയ്ക്ക് വിളിച്ചില്ല. ആദർശവാദി. എന്റെ മരുമോള് നല്ലോളാ, ദേവതയാ. അവളുടെ കാശ് കൊണ്ടാ ഞാനിപ്പൊ ജീവിക്കുന്നത്. എന്റെ വയറ്റിൽ കിടക്കുന്ന മദ്യം DGPയുടെ മോള് വാങ്ങി തന്നതാ. അതിന്റെ അന്തസ്സും എനിക്കുണ്ടടാ. കേട്ടോടാ സഞ്ജീവ. മർമ്മം നല്ല ഫോമിലാണല്ലോ. കേട്ടില്ലേ, കുടിക്കാൻ പണം കൊടുക്കുന്ന സാറിന്റെ ഭാര്യയാണെന്ന്. ശരിയാണോ സാർ? എനിക്കറിയില്ല. താൻ പിടിച്ചോണ്ട് റൂമിൽ കൊണ്ട് കിടത്തോ. സാർ. സഞ്ജു, കോഫി. എന്താ ഇത്?
ബെഡ് കോഫി. ഗീതുവിന്റെ കൈ കൊണ്ട് ഗീതു ഉണ്ടാക്കിയ കോഫി. ഈശ്വര, ഇതെന്താ മായയോ? മായല്ല, ഗീതു. 2000 ആണ്ടോടെ പല അത്ഭുതങ്ങളും നടക്കുന്ന അതിലൊന്നും നടന്നു കഴിഞ്ഞു. എന്റെ ഭാര്യയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ആദ്യത്തെ കോഫി. Cheers. ഇതെന്താ? കാപ്പിയോ ഭാഷാണോ? കോഫി. ഇതെന്ത് കുന്തം കൊണ്ടാ ഉണ്ടാക്കിയത്? കോഫി പൗഡർ, മിൽക്ക്, ഷുഗർ, ഹോട്ട് വാട്ടർ എല്ലാം കൂടി മിക്സ് ചെയ്ത കോഫി. ആഹാ, നന്നായിരിക്കുന്നു. എന്തൊരു കയ്പ്. ഏട്ടത്തി ഇതിന്നാണ് പഞ്ചസാര എടുത്തത്? യെസ്. ഏട്ടാ, ഇത് പഞ്ചസാരയിൽ ഉപ്പാ. എടുത്ത് ചോദിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ പറയില്ലായിരുന്നോ? ആഹാ, അപ്പൊ ഞാനാ ഇന്ന് കോഫി ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കി പഞ്ചസാര ഇരുന്നെടുത്ത് ഉപ്പ് കൊണ്ടുവച്ചു അല്ലേ? എന്നെ തോപ്പിക്കാൻ വേണ്ടി പേർപ്പസ് ആയിട്ട് ചെയ്തതാ. അയ്യോ ഏട്ടത്തി, വേണ്ട, കോഫി ചീറ്റിപ്പോയി. പോട്ടെ, ഐ മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. തുപ്പിതാ. എടി, ഇവിടെ നമ്മളെ ഉദരരോഗികളാക്കുവോ? അങ്ങനെ വെള്ളരിക്കയായി. ഇനി പാവയ്ക്ക. അത് ഒന്നും കുറയ്ക്കണ്ട. IPS തല കുലിക്ക് സമ്മതിക്കണം. ഇതെന്താടി ഇത്? ഇംഗ്ലീഷ് മോഡൽ സാമ്പാറായിരിക്കും ചേച്ചി. ഏട്ടത്തി എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? കുട്ടന്മാർക്ക് എന്താ വേണ്ടത്? ദോശയോ ഇഡ്ലിയോ ഉണ്ടാക്കാം. അതിനുള്ള മാവരച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇത് മൈദാമാവാ. അതൊക്കെ എനിക്കറിയാം. ഇത് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി കുഴച്ചതാ. അയ്യോ, എടുത്തത് പാത്രത്തിനടപ്പാ. ദോശകല്ലത് അവിടെയാ. ദോശ സ്റ്റോണെന്ന് എഴുതി വെച്ചോടെ ഇവളുമാർക്ക. ഞങ്ങളും കൂടെ സഹായിക്കാം ഏട്ടത്തി. വേണ്ട, ഇതൊക്കെ എനിക്കറിയാം. ഇതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനല്ലേ. ആരും സഹായിക്കണ്ട. ആഹാ, ഇന്ന് മരുമകളുടെ കൈകൊണ്ടാ പാചകം. ഇന്ന് മുതൽ ഞാനാ അടുക്കള ഭരണം. അങ്കിള് പോയി കുളിച്ച് റെഡി ആയിട്ട് വരൂ. ഐ വിൽ ഗിവ് യു എ വണ്ടർഫുൾ ബ്രേക്ക്ഫാസ്റ്റ്. വെരി ഗുഡ്. ഓ എന്റെ ഭഗവാനെ, DGPയുടെ മോളുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിളിന് ഭാഗ്യം ഉണ്ടായല്ലോ. മുജമ്മ സുഹൃതം. എന്തേ, ഏട്ടത്തെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ലേ? ഒരു രക്ഷയില്ല, പാചകം തകർക്കയാ. ഏടത്തേക്ക് നല്ല സ്പീഡ്. ഓ, ഭയങ്കര വിശപ്പ്. എന്തെങ്കിലും ഇത് പെട്ടെന്ന് കിട്ടിയിരുന്നെങ്കിൽ. ഇന്ന് മരുമകളുടെ ബ്രേക്ക്ഫാസ്റ്റാ. ബ്രേക്ക്ഫാസ്റ്റ് റെഡി. യെസ്. How is it? ഇതെന്താടാ, ദോശയോ ഇഡ്ഡലിയോ? ഇതാണച്ചാ ദൊഡ്ഡലി. മനസ്സിലായില്ലേ? ദോശയുടെ ദോയും ഇഡ്ഡലിയുടെ ഡലിയും ചേർന്ന ദൊഡ്ഡലി. ആഹാ, ഉയ്യോ. ആ. കുറച്ചുകൂടാവാം. അയ്യോ, ഇതെന്ത് കറിയാത്? എന്ത് കറിയോ ആവട്ടെ. എങ്ങനെയുണ്ട്? ഒരു പച്ചക്കറി കടയിലേക്ക് നോക്കുന്ന പോലുണ്ട്. ഇതെന്തിനാത്? ആനയ്ക്ക് കൊടുക്കാനാ? കുട്ടാ, ഒരു ആംബുലൻസ് വിളിച്ചോ. എന്ത് പറ്റിയച്ചാ? വയറ് കത്തുന്നു. മരുമകൾ ഉണ്ടാക്കിയ കറി കുറെ ഞാനങ്ങ് കഴിച്ചു. എരിവ് മർമ്മത്തിൽ തട്ടിയതാ. 1.5 കിലോ മുളക് പൊടിയും 1 കിലോ ഉപ്പുമാണ് അകത്ത് പോയിരിക്കുന്നത്. നോർമൽ ആവാൻ കുറച്ച് സമയം എടുക്കും. പോയി റൂമിൽ കയറിക്കോ. മക്കളെ, അറിയാതെങ്ങാൻ ഇതെടുത്ത് നമ്മുടെ പട്ടിക്കോ പൂച്ചയ്ക്കോ ഇട്ട് കൊടുത്തേക്കല്ലേ, തട്ടിപ്പോവും. സഞ്ജു, സഞ്ജു, this is not the matter of food, but the matter of intimacy. സഞ്ജുവിന്റെ മനസ്സ് മുഴുവൻ പെങ്ങന്മാരാ. അവിടെ വൈഫിന് സ്ഥാനമില്ല. അതുകൊണ്ട് എന്നോട് ഈ ഇഷ്ടക്കേട്. അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ എന്താ? ഒന്നും സംഭവിക്കില്ല. അയ്യോ, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ എന്താ? ഒന്നും സംഭവിക്കില്ല. അയ്യോ, അതാരും കഴിക്കല്ലേ. ഞാനിപ്പോ ചത്തുവേ. അയ്യോ, 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 അയ്യോ. കേട്ടില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇന്നേ വരെ ആരെങ്കിലും മരിച്ചതായി കേട്ടിട്ടുണ്ടോ? പിന്നെ നീ പറഞ്ഞില്ലേ സ്നേഹത്തെ കുറിച്ച്. അതെന്താണെന്ന് നിനക്ക് മനസ്സിലാവില്ല. കാരണം നിന്റെ ഈ ദേഹം മുഴുവൻ അസൂയ, കുശുമ്പ്, പിന്നെ ഒരു ചാക്ക് പൊസസീവ്നെസ്സും. എന്താ അതിന്റെ മലയാളം? സ്വാർത്ഥതാപൂർണമായ നിർബന്ധ ബുദ്ധി. ഈ ജന്മം നിന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം മേടിച്ച് കുടിച്ചിട്ട് ചാകാന്നുള്ള വിശ്വാസം എനിക്കില്ല.
നിങ്ങൾ വിജയിച്ചു. അധികാരം വീണ്ടും നിങ്ങളുടെ കയ്യിൽ വന്നു അല്ലേ? അങ്ങനൊന്നുമില്ല ഏട്ടത്തി. ഞങ്ങൾക്ക് അധികാരം ഒന്നും വേണ്ട. ഏട്ടനും ഏട്ടത്തിയും സമാധാനമായിട്ട് ജീവിക്കുന്ന കാണാനാ ഞങ്ങളുടെ ആഗ്രഹം. ചിലപ്പോ തോന്നും അവൾക്കൊരു നട്ട് കൂടുതലാണെന്ന്, ചിലപ്പോ തോന്നും ഒന്ന് കുറവാണെന്ന്. ഇന്ന് അവൾ അടുക്കളയിൽ എന്തെല്ലാമാ കാട്ടിക്കൂട്ടിയത്. പാവം അച്ഛന്റെ ഒരു കാര്യം. ഇതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടല്ലേടോ ഞാനിപ്പോഴും വിഭാരനായിട്ട് കഴിയുന്നത്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, അൺമാരീഡ് സ്കൗണ്ടറൽസ് ആർ ബെറ്റർ ദാൻ മാരീഡ് സ്കൗണ്ടറൽസ്. അതായത് വിവാഹം കഴിഞ്ഞ ഇരപ്പാളികളെക്കായി ഭേദം വിവാഹം കഴിക്കാത്ത ഇരപ്പാളികളാണെന്ന്. തനിക്ക് ഫീൽ ചെയ്തു? ഏയ്, പക്ഷെ മലയാളത്തിൽ വേറൊരു ചൊല്ലുണ്ട് സാർ. വിവാഹിതര് പട്ടിയെ പോലെ ജീവിച്ച് അവസാനം രാജാവിനെ പോലെ മരിക്കും, അവിവാഹിതര് രാജാവിനെ പോലെ ജീവിച്ച് അവസാനം പട്ടിയെ പോലെ മരിക്കും. എന്താ സാർ, സാറിന് ഫീൽ ചെയ്തോ? അത് താൻ എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ. ആ പെണ്ണ് കെട്ടിയില്ലെങ്കിൽ അവസാന കാലത്തൊരു തുള്ളി വെള്ളം തരാൻ ആരും ഉണ്ടാവില്ല എന്നൊരു വീക്ക് പോയിന്റ് ഉണ്ട്. എന്നാലും ഈ ഏകാന്ത ജീവിതം പരമാനന്ദമാടൂ. തന്നെ പോലെ മനസ്സിൽ എരിവിരി സഞ്ചാരമൊന്നും വേണ്ടല്ലോ. മഹാകവി കുഞ്ഞൻ നമ്പ്യാർ പാടിയ ഫയൽമാന്റെ അവസ്ഥ അതെനിക്ക്. ഫയൽമാൻ അടവിൽ ഗംഭീരൻ, പർവ്വതത്തെ വടിപിഴപ്പവൻ, കൃഷകാത്രിയാം ഭാരതൻ മുമ്പിലോ ഉഷിരെല്ലാം ഒഴിഞ്ഞ നിർഗുണൻ. കുഞ്ചൻ നമ്പ്യാർ അങ്ങനെ പാടിയിട്ടുണ്ട്. ആ. ടെൻഷൻ വേണ്ട. ഓ, എടോ, താൻ ഭാര്യയുടെ കാര്യം ഓർത്തൊന്ന് മൂടോട്ടാവണ്ട. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഏത് പെണ്ണും ഒന്ന് അമരും. പിന്നെ അറ്റാച്ച്മെന്റ് മുഴുവൻ കുഞ്ഞിനോടാവും. അതോടെ പ്രശ്നങ്ങളും കുറയും. എന്താ അതിന്റെ സിംറ്റംസ് എല്ലാം കണ്ടു തുടങ്ങിയോ? എവിടെ ഒരു പരിപാടിയില്ല. നമസ്കാരം. ആ. ഞാൻ അമ്മാവനോട് സംസാരിച്ചു. വളരെ വലിയ മനുഷ്യൻ. എല്ലാം കമ്മീഷണറോട് പറഞ്ഞാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്ന് നിൽക്ക് സാർ. സാറിന് 5 പ്രതികളെ വേണമെന്നല്ലേ ഉള്ളൂ. റാംബോയ്ക്ക് പകരം ഞാൻ ആളിനെ തരാം. 1-2 പേര് വില്ലിങ്ങായി വന്നിട്ടുണ്ട്. അതിലാരെങ്കിലും അങ്ങോട്ട് സ്വീകരിച്ച് ഒപ്പം ഈ പെട്ടി അങ്ങോട്ട് വാങ്ങി എന്റെ റാംബോ എനിക്ക് ഒന്ന് ഊരി തരണം സാർ. please. സൽപ്പേരെ, ഹാ, എന്ത് അയ്യോ, ഇതാര്? എന്റെ കതിരൂർ കുരുക്കളല്ലേ? വന്നാട്ടെ, എന്നാ പോയാട്ടെ. ഈ കുട്ടാന്നുള്ള വിളി കേൾക്കുന്നത് തന്നെ എനിക്ക് അലർജിയാ. സി ഫ്രോക്കി, എന്റെ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ what will you do? I'll shoot them, including the IPS. Okay, okay. അവളുമാരുടെ മുന്നിൽ എനിക്കൊന്ന് ജയിക്കണം. അവരുടെ കണ്ണീർ എനിക്ക് കാണണം. I want to see their tears. അവന്റെ അതാ വരുന്നുണ്ട് മറ്റൊരു കോമഡി ക്യാരക്ടർ, എന്റെ ഫാദർ ഇൻ ലോ. ഉള്ളത് പറയാലോ, ഹാംലെസാ. മർമ്മം ഗോപാലപിള്ള. വാട്ട് മർമ്മം? ആ, ഹിസ് surname. What's that? ആ, ഇരട്ട പേര്. അങ്കിൾ, മീറ്റ് മൈ ഫ്രണ്ട്സ്. നിമ്മി, ഷിമ്മി, സ്വീറ്റി, ഫ്രോക്കി. നൈറ്റി വന്നില്ലേ മോളെ? അതാരാ മിസ്റ്റർ മർമ്മം? അല്ല, എല്ലാവർക്കും ഈ ഡ്രസ്സുകളുടെ പേരാ, അതുകൊണ്ട് ചോദിച്ചതാ. മൈ ഡിയറസ്റ്റ് ഫാദർ ഇൻ ലോ. യെസ്. നിന്റെ അങ്കിൾ മൂത്ത് നിൽക്കാണല്ലോടി. അങ്കിൾ ഫിറ്റ് ആണെന്നാ ഇവര് പറയുന്നത്. അങ്കിൾ, ഇതെത്രയാ? ഒന്ന്. ഇതെത്ര അങ്കിൾ? 3. അങ്കിളിന്റെ ബോഡിയിൽ എന്താ വൈപ്പർ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ കുപ്പി ഒന്ന് കൊണ്ടുവച്ചിട്ട് വരാം. വേഗം കൊണ്ട് കൊടുക്കണടി. ദേ, ആ കാന്താരിയാണ് വരുന്നുണ്ട്. ഇംഗ്ലീഷ് അറിയാമോ? ഏതോ ചപ്പട്ട സ്കൂളിലാ പഠിക്കുന്നത്. ഓക്കെ, വെയിറ്റ് ആൻഡ് സീ. മീറ്റ് മൈ സിസ്റ്റേഴ്സ് ഇൻ ലോ, സാവിത്രി ആൻഡ് സംഗീത. നമസ്തേ. ഹായ്. ഹായ്. താങ്ക് യു. ഹായ്, നൈസ് കോഫി. സാവിത്രി, ഹൗ ഡു യു മേക്ക് കോഫി? I take milk, then പിന്നൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഷുഗർ. You speak English? Oh, sure. She speaks well, you know. Very fluent. Oxford accent. നന്നായിട്ട് സംസാരിക്കും. എന്ത് വേണോ ചോദിച്ചോ. Okay. I'll ask you a question. നിന്റെ അച്ഛനൊരു പട്ടി ഉണ്ടായിരുന്നു എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? എങ്ങനെ പറയും? എങ്ങനെ പറയും? പറ. My father is a dog. കേട്ടില്ലേ അങ്കിൾ? എന്റെ അച്ഛൻ ഒരു പട്ടിയാണെന്ന്. Okay, leave it. I'll ask you another question. Come on. After marriage, some girls will love their husbands.
Some others still love their brothers. What about you, Savitri? Are you going to love your husband or brother after marriage? My brother is. വിക്കാതെ അങ്ങ് പറഞ്ഞു കൊടുക്കലടി. Come on. Come on, Sangeeta. ഏട്ടൻ ഞങ്ങൾക്ക് Try to say in English. Sangeeta, start. Sangeeta, Just try. Say something. Come on. Please. Come on, Sangeeta. Savitri, please. Just try. Sangeeta, Savitri, Sangeeta, Savitri, Sangeeta, Savitri, Sangeeta, Savitri, Sangeeta, Savitri, Sangeeta, Savitri, Sangeeta, Savitri. Geetu, cheers. See and enjoy. Poor girls. Yay! Done! Thanks, yeah. എന്താ എന്തിനാ കരയുന്നത്? എന്താ അച്ഛാ? നത്തിങ് സഞ്ജു. പോലീസ് കമ്മീഷണറുടെ സിസ്റ്റേഴ്സ് അല്ലേ, ഇംഗ്ലീഷ് അറിയുന്ന കരുതി എന്റെ ഫ്രണ്ട്സ് ഇംഗ്ലീഷിൽ എന്തോ ചോദിച്ചു. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആൻഡ് ദേ സ്റ്റാർട്ടഡ് ഐ മൈ യു. ഐ ഡോണ്ട് നോ ദ സ്റ്റുപ്പിഡ് വേർഡ്സ്. ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. കരയാണോ വേണ്ടത്? എല്ലാരോടും ഞങ്ങളെ കളിയാക്കിയിട്ടാ. പിന്നെ കളിയാക്കാതെ മൈ ഫാദർ ഇസ് എ ഡോഗ് എന്നൊക്കെ പറഞ്ഞാ. Nowadays servants പോലും ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയല്ലോ. മിസ്റ്റർ സഞ്ജീവ്, യു മസ്റ്റ് ടീച്ച് ദം ഇംഗ്ലീഷ്. Shut up, bloody. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ ഹായ് യാ എന്നൊക്കെ പറഞ്ഞ് കരയിപ്പിക്കാനുള്ളത് അല്ലടി പുല്ലുകളെ ഇംഗ്ലീഷ്. അതൊരു മഹത്തായ ഭാഷയാ. ഷേക്സ്പിയറിന്റെയോ ഷെല്ലിയുടെയൊക്കെ 4 വരി കവിത നിനക്കൊക്കെ തെറ്റുകൂടാതെ പറയാൻ പറ്റുമോ? എന്തേ നാടൻ മദാമ്മമാർക്ക് നാവറങ്ങിപ്പോയോ? ആദ്യം സ്വന്തം മാതൃഭാഷയും സംസ്കാരവും മനുഷ്യത്വം ഒക്കെ പഠിക്കണടി. DGPയുടെ മോള് കേൾക്കാൻ വേണ്ടി പറയാ, മേലിലെത്തരം വാടക മദാമ്മമാരെ വിളിച്ചു വരുത്തി എന്റെ കുട്ടികൾ ഇൻസൾട്ട് ചെയ്താലുണ്ടല്ലോ ആടിച്ചില്ലാത്തന്നെ പല്ല് ഞാൻ കൊഴിക്കും. മക്കൾ വാ. സോറി ഷിമി. ഒന്നും പറയണ്ട. ഫൈൻ, വെൽ ഡൺ. നീ ഇൻവൈറ്റ് ചെയ്തിട്ടാ ഞങ്ങൾ വന്നത്. കമ്മീഷണറെക്കാളും DGPയെക്കാളും വലിയ വീട്ടിലുള്ളവരാണ് ഞങ്ങള്. ഒരു കമ്മീഷണർ വരുന്നടി. പോവാൻ പറ. ഇപ്പൊ മനസ്സിലായില്ലേ മോന്റെ സംസ്കാരം? ശരിയായില്ല സഞ്ജീവ, ഒട്ടും ശരിയായില്ല. എന്റെ മരുമോളെ അവമാനിച്ചു. വലിയ വലിയ വീട്ടിലെ പിള്ളേരാ വന്നത്. അവര് ഇംഗ്ലീഷിൽ ചോദിച്ചാൽ ഇംഗ്ലീഷിൽ മറുപടി പറയണം. പെങ്ങന്മാര് മോയി കാണിക്കുമ്പോ മതി മറക്കാവോ? ഇവരെന്ത് കോത്താഴത്തെ കമ്മീഷണറാ? രാത്രി എന്നില്ല പകലെന്നില്ലാതെ മോന്തിക്കൊണ്ട് ഈ കുടി ഇന്ന് അവസാനിപ്പിക്കണം. ചോദിക്കും, ഗോപാലപിള്ള ചോദിക്കും. എന്റെ മരുമകളുടെ മനസ്സ് വേദനിപ്പിച്ച കമ്മീഷണറല്ല ദൈവം തമ്പുരാനായാലും ചോദിക്കും. കമ്മീഷണറോട് സംസാരിക്കാൻ അല്പം കൂടെ ധൈര്യം വേണം. 2 എണ്ണം കൂടെ വീശല്ലേ. കുപ്പിയുടെ കുപ്പിയെവിടെ? ഞാനിവിടെ കൊണ്ടുവച്ച കുപ്പി എവിടെയത്? ആരെടുത്താലും ശരി ഇവിടെ കൊണ്ടുവന്ന് വെച്ചോളാം. ഇല്ലെങ്കിൽ മർമ്മത്തിന്റെ സ്വഭാവം മാറും. ആരാ എടുത്തതെന്ന്? ആരാ എടുത്തതെന്ന് ചോദിച്ചു കേട്ടില്ലേ? ആരാന്ന്? എന്താ അങ്കിൾ? ഞാൻ ഇപ്പൊ കൊണ്ടുവച്ച കുപ്പി കാണുന്നില്ല. എനിക്ക് ഇനിയും കുടിക്കണം. കുപ്പി എവിടെ? അങ്കിൾ, കുപ്പി അവളമാരെടുത്ത് എറിഞ്ഞതാ. ആ, സാവിത്രിയും സംഗീതയും. മർമ്മ ഇനിയും പൂസാന്ന് ഒന്ന് കാണുമല്ലോ എന്നും പറഞ്ഞ് എടുത്തൊരൊറ്റ ഏറ്. അത്രക്കായോ? ഞാൻ മാത്രമല്ല, അങ്കിളും അവർക്കിപ്പോ ശത്രുവാ. അധികപ്പറ്റ്. പെമ്പിള്ളേർക്ക് ഇത്ര അഹങ്കാരം പാടില്ല. അല്പം കുടിക്കുന്ന് വെച്ച് ഫാദർ അല്ലേ, റെസ്പെക്ട് ചെയ്യണ്ടേ? എടീ സാവിത്രി, സംഗീതേ, എന്റെ കുപ്പിയുടെ തെരഞ്ഞെടുപ്പ് നിഷേധി.
അച്ഛാ നിന്നോടാണ് ചോദിച്ചത് എവിടെയാണ് വലിച്ചത് മര്യാദയ്ക്ക് സത്യം പറഞ്ഞു രണ്ടിനെയും കൊന്നുകളഞ്ഞ പണി ഇവിടെ വാ. എന്റെ പെൻഷൻ കാശോടാണ് ഞാൻ കുടിക്കുന്നത്. തികയാത്തിന് മരുമകൾ തരും. ഞാൻ ഇവിടുത്തെ പട്ടിയാലോടി എവിടെയാണ് കുപ്പി വിളിച്ചത്? എനിക്കറിയില്ല. നിനക്ക് അറിയില്ല അല്ലേ? വെറുതെ പാവങ്ങളെ തല്ലി കൊല്ലണ്ട. കുപ്പി എടുത്തെറിഞ്ഞ ഞാനാ. ഓ, പെങ്ങന്മാരെ രക്ഷിക്കാൻ വേണ്ടി കുറ്റം ഏറ്റെടുക്കുന്നു. എന്റെ മരുമോള് പറഞ്ഞല്ലോ ഇവള് പാര എടുത്തെറിഞ്ഞെന്ന്. പിള്ളേരെ കുപ്പി എടുത്തെറിയുന്നത് നീ കണ്ടോ? കണ്ടു. കണ്ടോടി? കണ്ടോന്ന് ബലപ്പിച്ച് ചോദിച്ചാ ഞാൻ കണ്ടില്ല. മാത്രമല്ല സഞ്ജു എടുത്ത് എറിയുന്നതും ഞാൻ കണ്ടു. അവളുമാർക്ക് 2 തല്ല് കിട്ടാൻ വേണ്ടി ഞാൻ കള്ളം പറഞ്ഞത് തന്നെയാ. എന്റെ കൂട്ടുകാരികൾ ഇൻസൾട്ട് ചെയ്തില്ലേ, ഞാൻ പകരം വീട്ടിയതാ. ഇനി എന്റെ റൂട്ടും അത് തന്നെ ആയിരിക്കും. ടിറ്റ് ഫോർ ടാറ്റ്. ഞങ്ങൾക്കൊക്കെ സ്റ്റാൻഡേർഡ് ഇത്തിരി കുറവാ. മലയാള സ്കൂളിലെ പഠിപ്പേ ഉള്ളൂ. പക്ഷേ മനുഷ്യനെ സ്നേഹിക്കാൻ ഞങ്ങൾക്കറിയാം. ഇയാൾ എന്നെ തല്ലിയല്ലേ? എന്നെ തല്ലി. എന്റെ മമ്മിയും ഡാഡി എന്നെ തല്ലിയിട്ടില്ല. ആ, അതാണ് കുഴപ്പം. അന്ന് അവർ തല്ലിയിരുന്നെങ്കിലേ ഇന്ന് എനിക്കിത് വേണ്ടി വരില്ലായിരുന്നു. Shut up, you. ഞാൻ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല. ഞാൻ DGP രാജശേഖരൻ നായരുടെ മകളാ. Aristocrat, understand? തന്റെ തല്ലുകൊള്ളാൻ ഒരു തറ ടിക്കറ്റ് കാര്യം നോക്ക്. ഇതു കേറി പൊടിയാത്ത്. ഹാ, സെൽഫിഷ്നെസ്. ഭാര്യ പിണങ്ങിപ്പോയെന്നറിഞ്ഞ കമ്മീഷണർക്ക് നാണക്കേടായിരിക്കും. അനുഭവിച്ചോ? ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല. അല്ല, ഞാൻ ഇവിടുന്ന് പോകുന്ന തന്നെ ഈ കുടുംബത്തിന് നല്ലത്. ഞാൻ ഇനി ഇവിടെ നിന്നാ ഈ 2 എണ്ണത്തിനെയും ജീവനോടെ കുഴിച്ചു മൂടും ഞാൻ. എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? മക്കളെ തല്ലിയതുകൊണ്ടാണോ? ഒരു തെറ്റ് പറ്റിപ്പോയി. ഇന്ന് ആദ്യമായിട്ടല്ലേ? ക്ഷമിച്ചുകളാ പാർവതിയമ്മേ. മക്കളെ പേടിക്കണ്ട. അച്ഛൻ തല്ലാൻ വന്നതല്ല. ആ നേരത്തെ അച്ഛന്റെ സമനില തെറ്റിപ്പോയി. അച്ഛനെ മദ്യം കീഴ്പ്പെടുത്തി കളഞ്ഞു. അച്ഛന് ദൈവം പോലും മാപ്പ് തരില്ല മക്കളെ. മഹാപാപയാണ് ഞാൻ. എന്റെ മക്കളെ തല്ലിയ ഈ കൈ എനിക്ക് വേണ്ട. എന്താ അച്ഛത്? മനുഷ്യനൊരു സൗര്യം തരില്ല. അതെ, അച്ഛനെ വീടിന്റെ സമാധാനം നശിപ്പിച്ചു. ഞാൻ കാറിലേടാ നിന്റെ ഗീതും പോയത്. അല്ല, ഇതല്ലെങ്കിൽ മറ്റൊരു കാരണം ഉണ്ടാക്കി അവള് പോവും. നമ്മുടെ കുടുംബാന്തരീക്ഷവുമായിട്ട് ഒരിക്കലും ഇണങ്ങി ചേരാൻ അവൾക്ക് കഴിയില്ല. പോട്ടെ, എന്തിനങ്ങനെ ഒരു പെണ്ണ് സ്വൈര്യം കെടുത്താൻ? ഇനി താണ് കൊടുത്തേ പറ്റൂ. ശരിയാവില്ല സാർ. അവളൊരു മാറാരോഗത്തിന്റെ പിടിയില്ല. ഈഗോ, ഞാനെന്ന ഭാവം, DGPയുടെ മകളാണെന്നുള്ള കോംപ്ലക്സ്, അത് ഓരോ നിമിഷവും അവളെ അടക്കി ഭരിച്ചോണ്ടിരിക്കുക. ഒരുതരം ഒഴിയാത്ത ധാർഷ്ട്യം പോലെ. അതിന് മരുന്നില്ല സാർ. കഷണ്ടിക്ക് പോലും മരുന്നുണ്ട്. പിന്നെയല്ലേ ഈഗോ? അതിനും ട്രീറ്റ്മെന്റ് ഉണ്ടോ? അത് ഏത് വൈദ്യശാസ്ത്രത്തിൽ പെടും സാർ? ഏത് ഡോക്ടറെ കാണേണ്ടത്? ഡോക്ടർ മറ്റാരുമല്ല, താൻ തന്നെയാ. എടോ, അവിവാഹിതനായ ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത് സ്ത്രീകളുടെ മനഃശാസ്ത്രമാണ്. പെണ്ണെത്ര തന്റെ ഇടവും അഹന്തയുള്ളവളാണെങ്കിലും ശരി, താലി കെട്ടി ആദ്യം തന്നെ സ്പർശിച്ച പുരുഷനെ അവൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഈ താലി ഒരു അഡിക്ഷൻ ആണോ? എടോ, സ്നേഹപൂർവം, അതായത് സ്നേഹം അഭിനയിച്ച് വിളിച്ചോണ്ട് വന്ന് മധുരമായ ചില തിരിച്ചടികളെല്ലാം കൊടുത്ത് ജീവിതം പഠിപ്പിച്ച് അവളെ സ്വന്തമാക്കണോ. യെസ്, DG ഹിയർ. സർ. യെസ് സർ. ആ DGPയാ, തന്നെ വേണമെന്ന്. ഹലോ, സഞ്ജീവനാണ് സാർ. എന്താടോ സഞ്ജീവൻ, നമ്മൾ തമ്മിൽ പറഞ്ഞതൊക്കെ മറന്നുപോയോ താൻ? സാർ, ഗീതുവിന്റെ സ്വഭാവം എനിക്കറിയാം. പക്ഷെ എൻ്റെ മോള് വേദനിച്ചാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ലടോ. ആ, ഫോണിൽ കൂടെ സംസാരിച്ചാലൊന്നും ശരിയാവില്ല. താൻ ഇങ്ങോട്ടൊന്ന് വരണം, ഉടനെ വരണം. റിക്വസ്റ്റാണ്. എന്താ, വരില്ലേ? വരാൻ സാർ, ഉടനെ അങ്ങോട്ട് ചെല്ലാൻ. പോകാവടോ, ഞാനും വരാം.
താനൊരു നല്ല കലാകാരനല്ലേ? അഭിനയിക്കാൻ അറിയാലോ. സഹോദരിമാരെ വെറുക്കുന്ന, അച്ഛനെ വേണ്ടെന്ന് വെക്കുന്ന, ഭാര്യയെ ഹൃദയതുല്യം സ്നേഹിക്കുന്ന ഒരു ഭർത്താവാകണോ? ദാമ്പത്യ ബന്ധമെന്നാൽ എന്താ? മഹാകവി കുട്ടമത്ത് പാടിയിട്ടുണ്ട്. ദാമ്പത്യബന്ധമാം പളങ്കുപാത്രം ശില്പി വീഴുന്നൊരഗ്ര തൊളിപ്പിച്ചു വെച്ചതാം, തട്ടരുത്, താഴേക്ക് വീഴരുത്, തകരരുത്, ഒട്ടൊക്കെ ശ്രദ്ധിക്ക പുരുഷാ നിൻവിധി. ദാമ്പത്യബന്ധമെന്നാൽ ഒരു പളങ്കുപാത്രമാണ്. താഴെ വീണ് തകരാതിരിക്കാൻ പുരുഷനാണ് ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലായോ? ഓ, ഇനി കുട്ടമത്തങ്ങനെ പാടിയിട്ടുണ്ടോ എന്നായിരിക്കും തന്റെ ഒരു മുടിഞ്ഞ സംശയം. പാടൂ. ഗീതുമോൾ വിളിച്ച് പറഞ്ഞപ്പോൾ അറിഞ്ഞ എവിടെ? സത്യമായിട്ടും അയാൾ നിന്നെ തല്ലിയ മോളെ? റിയലി അങ്കിൾ, തല്ലി. തിരിച്ചവന്റെ മോന്തക്കെട്ട് രണ്ട് പെട കൊടുക്കാമായിരുന്നില്ലേ നിനക്ക്? ഭാര്യമാരായ അങ്ങനെയാ വേണ്ടത്, ഇല്ലേ സൗദാമിനി? അനുഭവം ഗുരു. അളിയോ, എല്ലാം ഏർപ്പാടാക്കിയാണ് ഞാൻ വന്നിരിക്കുന്നത്. വിവാഹമോചനത്തിന് വക്കീൽ നോട്ടീസ് തയ്യാറാക്കാൻ എന്റെ വക്കീൽ ഇപ്പൊ ഇങ്ങെത്തും. മറ്റൊന്ന്, ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പോലീസ് കമ്മീഷണർ ഇടത് കൈ കൊണ്ട് സല്യൂട്ട് ചെയ്യുന്നത്. വലത് കൈക്ക് എന്ത് പറ്റിയെന്ന് അളിയൻ ചോദിച്ചില്ല. ഞാനത് തല്ലി ഒടിച്ചിരിക്കും. ഏതായാലും സി എമ്മിനെ വിളിച്ചൊന്ന് പറഞ്ഞേക്കാം. ഞാൻ വിളിക്കും. വിളിക്കടോ, ഇവിടെ വിളിക്കടോ. വേണ്ട, അവിടെ ചിലപ്പോൾ ലൈൻ എൻഗേജഡ് ആയിരിക്കും. ഇതൊക്കെ കൊണ്ടാ തന്നെ വിവരം അറിയിക്കാത്തത്. വിവാഹമോചനത്തിന് വക്കീലിനെ ഏർപ്പാടാക്കി സി എമ്മിനെ അറിയിക്കാൻ പോന്നു. എടോ, സി എമ്മിനെ താൻ കണ്ടിട്ടുണ്ടോ? പത്രത്തിലൊക്കെ ഫോട്ടോ വരുന്നതല്ലേ? കുട്ടികളുടെ ജീവിതത്തിൽ എന്തെങ്കിലും രസക്കേടുണ്ടായാൽ നമ്മൾ മുതിർന്നവർ വേണം ഇടപെട്ട് ഒത്തുതീർപ്പാക്കാൻ. എന്റെ മോളെ ഞാൻ സഞ്ജീവന്റെ കയ്യിൽ ഏൽപ്പിച്ചത് ആയുഷ്കാലം മുഴുവൻ ഒന്നിച്ച് ജീവിക്കാനാ, തമ്മി പിരിക്കാനല്ല. ആ ബോധം തനിക്കും ഉണ്ടാവണം. അമ്മാവനാത്രേ. ഞാൻ സഞ്ജീവനെ വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ എത്തും. ഞാൻ പോവില്ല. എന്നെ ഇൻസൾട്ട് ചെയ്ത് ഇറക്കി വിട്ടതാ. മോളെ, വെറുതെ വാശി പിടിക്കരുത്. ഇല്ല, മമ്മിയും ഡാഡിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അയാൾക്ക് ഇത്ര പവർ. അങ്കിൾ, തല്ലുകൊണ്ടതിന്റെ വേദന ഇനിയും തീർന്നിട്ടില്ല. വരുമ്പോ മുഖത്ത് നോക്കി 4 വർത്താനം പറഞ്ഞ് ഇറക്കി വിട്ടേക്കണം. ഏറ്റുമോളെ, നിന്റെ മുഖത്തടിച്ച കൈ നിന്റെ മുമ്പിലിട്ട് ഞാൻ തല്ലി ഓടിച്ചേക്കാം. പോരെ? ആഹാ, സഞ്ജീവനെത്തി. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. വെറുതെ IPS ആണ്, കമ്മീഷൻ ആണെന്നൊക്കെ പറഞ്ഞ കൊടുമുടി നിൽക്കാതെ താഴേക്ക് ഇറങ്ങണം, തറയാവണം. ഈ ഭർത്താവാകുന്നത് തന്നെ തറയാ, അതിലും തറയാവണം. നോക്ക്, അവളെയും കൊണ്ടേ ഇവിടുന്ന് ഇറങ്ങാവൂ. ആ DGPയുടെ അളിയൻ, ആ പന്നി പെരിച്ചാൽ രാഷ്ട്രീയക്കാരനുണ്ടല്ലോ, അവനുമുണ്ട്. ആ കാറ് കിടക്കുന്നു. അവനെ ഒന്ന് പ്രസാദിപ്പിച്ചേക്കണം. വെറും തറയാ. മനസ്സിലായോ? മനസ്സിലായി. ഇനി സാറ് നോക്കിക്കോ. ആ, ഇരിക്കടോ എടുക്കളെ. സഞ്ജീവന്റെ ഇരിക്കെ. എഴുന്നേൽക്ക്. എന്താ കുട്ടി കാട്ടണേ? ക്ഷമിക്കണം സാർ. DIG അദ്ദേഹം പറഞ്ഞപ്പോഴാണ് അങ്ങയുടെ മഹത്വം എനിക്ക് കൂടുതൽ ബോധ്യമായത്. അങ്ങ് ആദർശധീരനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. അങ്ങയുടെ അനന്തരങ്ങളോട് ഞാൻ തെറ്റ് ചെയ്തു പോയി സാർ. എനിക്ക് മാപ്പ് തരണം. എന്താ മോനെ, മാപ്പ് ചോദിക്കാൻ ഇവിടെ എന്തുണ്ടായി? വിവാഹ ബന്ധമാകുമ്പോ ചില കശവശകളൊക്കെ ഉണ്ടാവും. ഭാര്യക്കിട്ട് ഭർത്താവ് ഒന്ന് കൊടുത്തോന്ന് വരും. കൊടുക്കണമല്ലോ, അതിനാ കൈ തന്നിരിക്കുന്നത്. ഇല്ല അളിയാ? കേട്ടോ, ഇടിക്കട്ടെ. ഞാൻ അളിയനോട് പറയുകയായിരുന്നു, ഗീതമോള് കാണിച്ച് ഒട്ടും ശരിയായില്ലെന്ന്. ഇല്ല അളിയാ? താനാടോ യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ. 5 മിനിറ്റ് മുമ്പ് താൻ പറഞ്ഞതെന്തോന്നാ? ഇടത് കൊണ്ട് സല്യൂട്ട് ചെയ്യിക്കും, ഡൈവോഴ്സ്. അളിയൻ ഒരുമാതിരി ചൊറിയണ വർത്താനം പറയരുത്. കേട്ടോ, ഇടിക്കട്ടെ. ഇടിക്കുള രണ്ടും ഒന്ന് തന്നെയാണ് മിസ്റ്റർ ഇടിക്കുളെ. ആ ഗീതുവിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് സഞ്ജീവനെ എനിക്കറിയാം. ആ, ഇരിക്കും മോനെ. വേണ്ട സാർ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു നിർത്തിയ? മതി. ആ, സഞ്ജീവനെ ഞാൻ വിളിപ്പിച്ചത്. ഒന്നും പറയണ്ട സാർ. സഞ്ജീവനല്ല എന്നോട് പറഞ്ഞു. പുള്ളിക്ക് കുറ്റബോധമുണ്ട്. സാറിനെയും അങ്കിളിനെയും ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ ഒരു മടി. അതുകൊണ്ടാണ് ഞാൻ കൂടെ പോകുന്നത്. ഗീതുവിന്റെ ഫ്രണ്ട്സിനോട് ഇൻഡിഫറന്റ് ആയിട്ട് എനിക്ക് എന്തൊക്കെയോ പറയേണ്ടി വന്നു. തെറ്റായി പോയിന്നറിയാം. ഗീതുവിന്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നാലും പോട്ടെ. ഇനി അതൊന്നും ആവർത്തിക്കില്ല അങ്കിൾ. ഗീതുവിനെ എന്നോടൊപ്പം അയക്കണം. കുറച്ചൊക്കെ തെറ്റ് നിന്റെ ഭാഗത്തും ഉണ്ടാവുമല്ലോ. എന്നിട്ടും എല്ലാ തെറ്റും തന്റേതാണെന്ന് പറഞ്ഞ് അവൻ മാപ്പ് ചോദിക്കുക. അതാ ആണുങ്ങളുടെ മനസ്സ്. മോള് അവന്റെ കൂടെ പോണം. ഇല്ല, ഞാൻ പറഞ്ഞതാ. അയാള് കുറച്ചു ദിവസം കേറി ഇറങ്ങട്ടെ. അങ്ങനെ കേറി ഇറങ്ങാൻ നിൽക്കില്ല മോളെ. ആണുങ്ങളുടെ മനസ്സ് എപ്പോഴാ മാറുന്നതെന്ന് അറിയില്ല. ഇതൊക്കെ കേട്ട് ഞാൻ ഭയക്കില്ല. ഞാൻ DGP രാജശേഖരൻ നായരുടെ മോളാ. ആണല്ലോ. അപ്പൊ ഡാഡി പറയുന്നത് അനുസരിക്കണം. എന്റെ മോള് പോണം. ഇല്ല,
ഡാഡിക്ക് ഞാനൊരു ബേർഡൻ ആണെങ്കിൽ എങ്ങോട്ടെങ്കിലും പോയേക്കാം. വാ, ഇത്രയും കാലത്തെ സർവീസിനിടയിൽ ഡാഡി ആരുടെ മുന്നിലും തലകുനിച്ചിട്ടില്ല. എൻ്റെ മോള് കാരണം ഡാഡിക്ക് അങ്ങനത്തെ അവസ്ഥ വരരുത്. ഡാഡിക്ക് നാണക്കേടുണ്ടാക്കരുത്. ഡാഡിക്ക് പ്രായം കൂടി വരികയാണ്. ഇനി മക്കളിൽ നിന്നുള്ള സ്നേഹവും സമാധാനവുമാണ് ഡാഡിക്ക് ആവശ്യം. ഡാഡി, ഞാൻ കാരണം എന്റെ ഡാഡി തോക്കാൻ പാടില്ല, വേദനിക്കാൻ പാടില്ല. ഡാഡിയാണ് എനിക്കെല്ലാം. ഡാഡിക്ക് വേണ്ടി ഞാൻ പോവാം ഇപ്പൊ തന്നെ. പക്ഷെ ഒരു കാര്യം, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അപ്പം ഞാൻ ഡാഡി അറിയിക്കും. ഡാഡി വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോരണം, അല്ലെങ്കിൽ പിന്നെ എന്നെ ആരും കാണില്ല. ഒന്നും ഉണ്ടാവില്ല മോളെ. വാ, വെറുതെ മോൻ വിഷമിക്കണ്ടാട്ടാ. ശരി അങ്കിൾ. ആ സഞ്ജീവൻ, എന്റെ മോള് പിണക്കമെല്ലാം മറന്ന് തന്റെ കൂടെ വരികയാണ്. ഇനി നുള്ളിന്നും പിച്ചിന്നും ഒക്കെ പറഞ്ഞ് വഴക്കിടരുത്. Okay, open a new file. കമ്മീഷണറെ, പത്തിയും മടക്കി വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഇനി എന്നെ ഭരിക്കാന്ന് കരുതണ്ട. അതാ പെണ്ണിന്റെ മിടുക്ക്. എടി DGPയുടെ മോളെ, ഇനിയാണ് സഞ്ജീവന്റെ യഥാർത്ഥ മുഖം നീ കാണാൻ പോണത്. എന്റെ കണ്ടകശിനി തീർന്നു, ഇനി നിന്റെ കണ്ടകശിനി ആടി. മോള് സമാധാനമായിട്ട് പൊയ്ക്കോ. അങ്കിളിന്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവും. സഞ്ജീവിനെ വേദനിപ്പിക്കല്ലേ മോളെ. നിക്ക് മോളെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി പുതിയൊരു ജീവിതമാ, സ്നേഹത്തിന്റെ കാലഘട്ടം. നിന്നെ ഞാൻ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കും. ഇനി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ തന്നെ അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, നാട്ടുകാരറിയണ്ട. നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ സന്തുഷ്ടരാണ്. വലതുകാലി വെച്ച് കയറിക്കോ മോളെ. എന്താടി ഇത്? ഏട്ടന്റെ ഷർട്ട്. അത് നിന്നോട് ആരോ തേക്കാൻ പറഞ്ഞത്? ഗീതു മോളെ, ഗീതു. ദാ കണ്ടില്ലേ, എന്റെ ഷർട്ട് ഇവള് തേക്കുന്നു. ഞാനിപ്പോ വന്നത് എന്ത് ഭാഗ്യം. ഭർത്താവിന്റെ ഷർട്ട് അലക്കുക, തേക്കുക, അടുക്കളയിൽ കയറി ചോറും കറിയൊക്കെ വെക്കുക, ഇതൊക്കെ ഭാര്യയുടെ മാത്രം അവകാശങ്ങളാണ്. സഹോദരിമാരും അച്ഛനൊക്കെ അവരവരുടെ സ്ഥാനത്ത് നിന്നാ മതി. വെറുതെ അമിത സ്വാതന്ത്ര്യത്തിന്റെ ഭാര്യയുടെ മനസ്സോഷമിപ്പിച്ചാലുണ്ടല്ലോ. നിങ്ങൾക്കൊന്നും അടുക്കളയിൽ വേറെ പണിയില്ലേ? കുട്ട, ഷർട്ട് തേച്ചോളൂ. എന്തായി? തേച്ച് കൊളാക്കുവോ? IPSന്റെ പുതിയ ഭരണപരിഷ്കാരം എത്ര കാലത്തേക്കാണോ? ഇതാ ചുളുക്കുണ്ടോ നോക്ക്. നമ്മുടെ ജീവിതത്തിലെ ചുളുക്ക് വീണില്ലേ കുട്ടാ, നമുക്കതൊന്ന് തേച്ച് ശരിപ്പെടുത്തിയെടുക്കണം. പല കുറി കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും എന്ന് പറഞ്ഞ പോലെ പല കുറി തേക്കുമ്പോൾ തേക്കാൻ പഠിക്കും. അടുക്കളയിൽ ആരുമില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ? ഇതാകുന്നു. എന്താ ഇതിനൊക്കെ എത്ര താമസം? ഇനി മുതൽ കാര്യങ്ങൾ മണിയായിട്ട് കിടക്കണം. വടകൂട്ട, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. റെഡി? ഇതൊക്കെ ഇവിടെയാണോ കൊണ്ടുവെക്കുന്നത്? എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടി നീറ്റ്നെസ് ഒക്കെ വേണ്ടേ? അതെങ്ങനെ ഉണ്ടാവാനാ? വേറെ ഒരു ചീളേട്ടിന്റെ മക്കളല്ലേ. എന്താ ഈ പടച്ചു വെച്ചിരിക്കുന്നത്? അരി ഉഴുന്നു അരച്ച് ആവിയിൽ വെച്ച ഇഡ്ഡലിയാവൂ? ആ പൂപ്പയാണോ കഴിക്കാൻ വന്നിരിക്കുന്നത്? കമ്മീഷണർ, DGPയുടെ മോള്, അതൊക്കെ ഓർക്കണ്ടേ? ഒട്ടും ശരിയായില്ലല്ലേ? നന്നായിട്ടുണ്ട്. ആണോ? എങ്കിൽ കഴിച്ചോ. പിള്ളേരെന്തേ നോക്കിയേക്കുന്നത്? ഏട്ടത്തേക്ക് ബുൾസൈ കൊടുക്ക്. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാ പറ്റില്ല. ആഹാരത്തിന് മുൻപും പിൻപും ബുൾസൈ കഴിച്ചിരിക്കണം. നിന്റെ മുഖത്തെന്താടാ ഒരു വാട്ടം? എന്റെ മുഖം ഇങ്ങനെയൊക്കെ തന്നെയാ. എന്ന് നീ മാത്രം പറഞ്ഞാ മതിയോ? കാര്യമായ വാട്ടമുണ്ട് സാവിത്രി. നാളെ മുതൽ ഏട്ടത്തേക്ക് പശുവിൻ പാലിൽ ബദാം ചേർത്ത് കൊടുക്കണം. ഏട്ടാ, ഇവിടെ കവർ പാലേ കിട്ടൂ. പോരാ, പശുവും പാല് തന്നെ കൊടുക്കണം. മർമ്മം പോയി മേടിച്ചോണ്ട് വരട്ടെ. കസർത്തല്ലാതെ വേറെ എന്തെങ്കിലും ജോലി വേണമല്ലോ. ഒരു DGPയുടെ മോളുടെ പടുതിയെ. എടേ, ഈ ശരീരം നന്നാവാനും മനസ്സേകാഗ്രമാക്കാനും ആയുർവേദത്തിൽ ഒരു മരുന്നുണ്ടല്ലോ. എന്താ അത്? തെങ്ങിൻ മണ്ട രസായനോ? അതെ, അതുടനെ എത്തിക്കാം. എനിക്കൊന്നും വേണ്ട. അയ്യോ, വെറുതെ എന്നെ കൊണ്ട് പൈസ ചിലവായിക്കണ്ടെന്ന് വെച്ചിട്ടല്ലേ എന്റെ ഭാര്യയുടെ ആരോഗ്യം നോക്കി കഴിഞ്ഞിട്ട് മതി എനിക്ക് സമ്പാദ്യം. നീ ഇനി ജോലി ഒന്നും ചെയ്യണ്ട, വല്ല വീക്കിലിയും വായിച്ചിരുന്നാ മതി. ടയേർഡാവുമ്പോ കിടന്നുറങ്ങിക്കോ.
പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും കിടന്നുറങ്ങിക്കോ. എന്നിട്ടും ബോറടിക്കണെങ്കിൽ TV സീരിയൽ കണ്ടോ. നേരത്തെ പറഞ്ഞു ഭർത്താവിന്റെ തുണി അലക്കുന്നതും അടുക്കള കയറി പാചകം ചെയ്യുന്നതൊക്കെ ഭാര്യയുടെ അവകാശമാണ്. ഇപ്പൊ പറയുന്ന ഒന്നും ചെയ്യണ്ടാന്ന്. ഇതിലേതാ? അയ്യോ, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു നേരത്തെ. എങ്കിലും അതൊക്കെ വിട്ടേക്ക്. നീ ഇനി ഒന്നും ചെയ്യണ്ട. ആ, ഇടയ്ക്കിടയ്ക്ക് ഓഫീസിലേക്ക് വിളിക്കണേ കൂട്ടാ. 5 മിനിറ്റ് ഇടവിട്ട് നിന്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ ഞാൻ ആകെ മൂഡ് ഔട്ട് ആവും. ദേ, ഇനി ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത്. ബ്രേക്ക് ഡൗൺ ആയിക്കണ ബന്ധം ഇപ്പൊ ടോപ്പ് ഗിയറിലായല്ലോ അണ്ണ. ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുതെന്ന് മറ്റേ വകുപ്പ് ശരിയായെന്നാ തോന്നുന്നു. പോയിട്ട് വരട്ടെ കൂട്ടാ. ആ, എന്താ രാധാരുക്മണിമാര്? സ്കൂൾ വാർഷികത്തിന്റെ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വന്നതാ. 16-ാം തീയതി അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയല്ലേ ടീച്ചറെ, മറക്കുവോ? PTA പ്രസിഡന്റ് നിലയ്ക്ക് ഞാനും ഓർമ്മിപ്പിക്കുകയാണ്. സമ്മാനദാനം നിർവഹിക്കാൻ സാറിന്റെ മാഡവും നിർബന്ധമായും എത്തണം. വരുമടോ, ഇപ്പൊ ഞങ്ങൾ ഒന്നിച്ച് എവിടെയും പോവാറുള്ളൂ. ഗീതു, 16-ാം തീയതി സ്കൂളിലെ സമ്മാനദാനം ഓർമ്മയുണ്ടല്ലോ. ഗീതുവിന്റെ പേര് വളരെ പ്രാധാന്യം കൊടുത്ത് നോട്ടീസിൽ അച്ചടിപ്പിക്കണം. DGPയുടെ മകളാണെന്നുള്ളത് പ്രത്യേകം ബ്രാക്കറ്റിൽ ചേർത്തിരിക്കണം. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. ഓ, സാർ ഒരു സംശയം ചോദിച്ചോട്ടെ, മാഡവുമായി ഇത്ര പെട്ടെന്ന് ഇണങ്ങിച്ചേർന്ന ഏത് വകുപ്പിലാ? ഒരു മേലുദ്യോഗസ്ഥന്റെ പേഴ്സണൽ അഫയേഴ്സിൽ കീഴുദ്യോഗസ്ഥന് ഇടപെടണ്ട. അണ്ടർസ്റ്റാൻഡ്? സോറി സാർ, എന്നാലും